ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സീരീസ് ആണ്. സീക്വൻസ് എന്താണെന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. അപ്പോൾ സീക്വൻസിൽ നിന്നാണ് നമ്മൾ സീരീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ സീക്വൻസ് എന്താന്ന് പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോവാണ്. ഞാനിവിടെ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. 1, 1/2, 1/3 എക്സെട്ര, 1/n എക്സെട്ര. ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാ ഇതുപോലെ എഴുതിയാലും നമുക്ക് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? നമ്പേഴ്സ്, ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് കോമ ഇട്ട് എഴുതുന്നതാണ്. പിന്നെ അതിന് പ്രത്യേക ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അതാണ് സീക്വൻസ്. ഇനി ഈ നമ്പേഴ്സിനെല്ലാം ഞാൻ സമ്മ് ചെയ്യാണ്. സം ചെയ്യുമ്പോൾ എന്താ വരിക? 1 + 1/2 + 1/3 + എക്സെട്ര, 1/n + എക്സെട്ര. This is an infinite sum. This sum is called series. Okay. അതായത് സീക്വൻസിലെ എലമെന്റ്സിനെ നമ്മൾ സം ചെയ്ത് എഴുതുന്നതാണ് സീരീസ്. ഇൻ ജനറൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ജനറലൈസ് ചെയ്യാണ്. A1, A2 എക്സെട്ര, AN എക്സെട്ര ബി എ സീക്വൻസ്. ഈ സീക്വൻസിലെ എലമെന്റ്സിനെ ഞാൻ ഇൻഫൈനൈറ്റ് സം ആയിട്ട് എഴുതുകയാണ്. ദാറ്റ് ഇസ് A1 + A2 + എക്സെട്ര + AN + എക്സെട്ര. This infinite sum is called series. We can represent this infinite sum as summation I = 1 to infinity AI. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഇൻഫൈനൈറ്റ് സമ്മിനെ ഞാൻ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇതിലത്തെ ഓരോ ടേംസും സമ്മാണ്. അതുകൊണ്ട് ഞാൻ സമ്മിന്റെ നൊട്ടേഷൻ സിഗ്മ ഇട്ടു. ഇനി ഐയുടെ വേരിയേഷൻ എവിടെ നിന്ന് തൊട്ടാ? 1 തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫൈനൈറ്റിലേക്ക് പോവുകയാണ്. ഇൻഫിനിറ്റി I = 1 to infinity AI. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സമ്മേഷൻ I = 1 to infinity 1/i. ഇതെങ്ങനെയാ വരിക? ദിസ് ഈസ് ഈക്വൽ ടു ഐക്ക് ആദ്യം ഏത് നമ്പറാണ് കൊടുക്കേണ്ടത്? 1. ഐക്ക് 1 കൊടുത്താൽ ഏതായിരിക്കും ടേം? 1/iല് ഐക്ക് 1 കൊടുത്താൽ 1/1 പ്ലസ് നെക്സ്റ്റ് ടേം ഏതാ വരിക? 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ 2. ഐക്ക് 2 കൊടുത്താൽ 1/2 പ്ലസ് ഇനി ഐക്ക് 3 കൊടുത്താൽ 1/3 പ്ലസ് എക്സെട്ര. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, സമ്മേഷൻ I = 1 to infinity I². ഹൗ ക്യാൻ ഐ റൈറ്റ് ദിസ്? ഫസ്റ്റ് നമ്മൾ ഐക്ക് 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ 1² പ്ലസ് നെക്സ്റ്റ് ഐക്ക് 2 കൊടുക്കുമ്പോൾ 2² പ്ലസ് ഐക്ക് 3 കൊടുക്കുമ്പോൾ 3² പ്ലസ് എക്സെട്ര. ഇതാണ് സം. ഓക്കെ. അപ്പൊ സീരീസിനെ നമുക്ക് ഇങ്ങനെ സമ്മിന്റെ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ, സമ്മേഷൻ k = 1 to infinity -1/k. ഇതെങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്താൽ? കെക്ക് ആദ്യം 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ എന്താ വരിക? -1/1 പ്ലസ് കെക്ക് നെക്സ്റ്റ് നമ്പർ 2 -1/2 പ്ലസ് -1/3 പ്ലസ് എക്സെട്ര. ആൻസർ -1/1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് -1² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് എക്സെട്ര. ഇങ്ങനെ ഈ ടേമിൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞപ്പോൾ. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് ഇതുപോലെ സമ്മിന്റെ നൊട്ടേഷൻ തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അടുത്ത ടോപ്പിക്കാണ് പാർഷ്യൽ സം. നൗ വി കൺസിഡർ ദ സീരീസ് A1 + A2 + A3 + എക്സെട്ര. ഒരു ഇൻഫൈനൈറ്റ് സം ആണല്ലേ. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഇപ്പൊ ഞാൻ എടുക്കുകയാണ് 1 + 2 + 3 + എക്സെട്ര. ഇതൊരു സീരീസ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു ഇൻഫൈനൈറ്റ് സം ആണ്. അപ്പൊ ശരിക്കും ഇത് സമ്മ് കാണുമ്പോൾ 1 + 2 + 3 എന്ന് പറയുന്നത് 6 പ്ലസ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സമ്മ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നമ്പറാണ്. ചിലപ്പോൾ ഒരു നമ്പർ കിട്ടും, ചിലപ്പോൾ നമ്പർ കിട്ടില്ല. അതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫൈനൈറ്റ് നമ്പേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കാം. 1 + 2 + 3 എത്ര ആൻസർ വരിക? 6. ഇനി 1 + 2 + 3 + 4 വന്നാലും ആൻസർ വരുന്നത് 10. അപ്പോൾ ഫൈനൈറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സമ്മ് കാണാൻ എളുപ്പമാണ്. ബട്ട് ഹിയർ വി ഹാവ് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ്. ഇൻഫൈനൈറ്റ് നമ്പേഴ്സിന്റെ സമ്മിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഈ സമ്മിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് S എന്നാണ്. എസ്, ഇത് ഇത്രയും വലിയ സീരീസിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് S എന്നാണ്. ഓക്കെ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ സം ആണ്. പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ ഇതിൽ 1 വന്നാൽ ഞാൻ അതിനെ S1 എന്ന് ഡിനോട്ട് ചെയ്യും. S1 ഇവിടെ എഴുതാം. 1 എന്ന് പറയുന്നത് S1 ആണ്. ഇനി ആദ്യത്തെ 2 ടേം എടുക്കുക. അതായത് 1 + 2, അതിനെ ഞാൻ S2 എന്ന് പറയും. അതായത് 2 ടേമുകളുടെ സം. അപ്പൊ S3 എന്താ വരിക? 3 ടേമുകളുടെ സം. S4 എന്താ വരിക? 4 ടേമുകളുടെ സം.
അപ്പോൾ ഇതിലത്തെ 4 ടേം എന്ന് പറയുന്നത് 1 + 2 + 3 + 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Sn എന്താ വരിക? n ടേംസുകളുടെ സം. ഇങ്ങനെയുള്ള ഈ സമ്മിനെ പറയുന്ന പേരാണ് പാർഷ്യൽ സം. ഇത് ഫസ്റ്റ് പാർഷ്യൽ സം, സെക്കൻഡ് പാർഷ്യൽ സം, തേർഡ്. ഇൻ ജനറൽ nth പാർഷ്യൽ സം എന്ന് പറയുന്നത് Sn ആണ്. വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ. കൺസിഡർ ദിസ് സീരീസ്. അനദർ എക്സാമ്പിൾ ആണ് ഇതിൽ. വാട്ട് ഈസ് S1? S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. വാട്ട് യു മീൻ ബൈ S2? 2 ടേംസിന്റെ സം, അതായത് 1 + 1/2. വാട്ട് ഈസ് S3? 1 + 1/2 + 1/2 സ്ക്വയർ. 3 ടേംസുകളുടെ സം, അതാണ് തേർഡ് പാർഷ്യൽ സം. ഫസ്റ്റ് പാർഷ്യൽ സം, സെക്കൻഡ് പാർഷ്യൽ സം, തേർഡ് പാർഷ്യൽ സം. വാട്ട് ഈസ് ദ ഫോർത്ത് പാർഷ്യൽ സം? 1 + 1/2 + 1/2 സ്ക്വയർ + 1/2^3. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും Sn? ഇപ്പോൾ 3 വന്നപ്പോൾ 2 സ്ക്വയർ വരെ വന്നു, 4 വന്നപ്പോൾ 2 ക്യൂബ് വരെ വന്നു. അപ്പോൾ n വരുമ്പോൾ 1 + 1/2 + 1/2 സ്ക്വയർ + എക്സെട്ര + 1/2^n-1. ദിസ് ഇസ് ദ nth പാർഷ്യൽ സം. ഫസ്റ്റ് പാർഷ്യൽ സം, സെക്കൻഡ് പാർഷ്യൽ സം, തേർഡ് പാർഷ്യൽ സം, എക്സെട്ര nth പാർഷ്യൽ സം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഒരു സീരീസ് തന്നിട്ട് അവർ നമ്മളോട് ആദ്യത്തെ 4 പാർഷ്യൽ സം അല്ലെങ്കിൽ ആദ്യത്തെ 5 പാർഷ്യൽ സം കണ്ടെത്താൻ ചോദിക്കും. അതുപോലെ nth പാർഷ്യൽ സം കണ്ടെത്താനും പറയും. നമുക്കതുപോലത്തെ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് 4 പാർഷ്യൽ സംസ് ഓഫ് ദ ഫോളോയിങ് സീരീസ്. ഫസ്റ്റ് സീരീസ് ഇതാണ്. 1 + 1/7 + 1/7 സ്ക്വയർ + 1/7 ക്യൂബ് + എക്സെട്ര. ഫസ്റ്റ് 4 പാർഷ്യൽ സം ആണ് കാണേണ്ടത്. അപ്പൊ എന്തായിരിക്കും S1 വരിക? ഇതിൽ S1 എന്ന് പറയുന്നത് 1. എന്തായിരിക്കും S2? S2 = 1 + 1/7. അപ്പോൾ ഇതവർ ഇവിടെ സമ്മ് കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 8/7. വാട്ട് ഈസ് S3? S3 എന്ന് പറയുമ്പോൾ 3 ടേംസുകളുടെ സം. 1 + 1/7 + 1/7 സ്ക്വയർ. നമ്മൾ സമ്മ് കാണുക. സമ്മ് കാണുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 57/49. ലൈക്ക് ദാറ്റ് S4 = ദിസ്. ഇനി ഈ സീരീസ് എടുത്തു. ഈ സീരീസിൽ S1 എന്താ വരിക? 1. വാട്ട് ഈസ് S2? 1 - 1/2. വാട്ട് ഈസ് S3? 1 - 1/2 + 1/3. S4 പറയുമ്പോൾ 1 - 1/2 + 1/3 - 1/4. അങ്ങനെയാണ് ഓരോന്ന് ടേംസും പോവുക കേട്ടോ. ഇനി അങ്ങനെയാണ് എന്താണ് 4 പാർഷ്യൽ സംസ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു. സമ്മേഷൻ n = 1 to infinity n divided by 3^n. ഇങ്ങനെ തന്നിട്ട് ഇതിന്റെ പാർഷ്യൽ സം ആണ് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ പാർഷ്യൽ സം കാണാൻ പറയുമ്പോൾ നമ്മൾ ഇതിനെ ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. സമ്മേഷൻ n = 1 to infinity n/3^n. ആദ്യം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എന്നിന് ആദ്യം എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഞാൻ ഇവിടെ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഈ സമ്മിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് S1, S2, S3 കാണാം. S1 എന്താ വരിക? ഫസ്റ്റ് ടേം. S2 എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ടേംസിന്റെ സം, 1/3 + 2/3 സ്ക്വയർ. തേർഡ് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ 3 ടേംസിന്റെ സം. ഫോർത്ത് പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ 4 ടേംസിന്റെ സം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തായിരിക്കും Sn? ഇതിൽ എന്താ Sn വരിക? ഫസ്റ്റ് ടേം വരുമ്പോൾ ഇങ്ങനെ, സെക്കൻഡ് ടേം വരുമ്പോൾ ഇത്, തേർഡ് ടേം വരുമ്പോൾ ഇത്, ഫോർത്ത് ടേം വരുമ്പോൾ ഇങ്ങനെ. അപ്പൊ nth ടേം വരുമ്പോൾ എന്താ വരിക? 1. nth ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ n/3^n എന്ന് എഴുതരുത്. ഇത് Sn അല്ല, ഇത് nth ടേം ആണ്. ഇതിലത്തെ nth ടേം എന്ന് പറഞ്ഞാൽ n/3^n എന്നാ വരിക. പക്ഷെ Sn എന്ന് പറയുമ്പോൾ n ടേംസുകളുടെ സമ്മാണ്. അതായത് 1/3 + 2/3 സ്ക്വയർ + 3/3 ക്യൂബ് + എക്സെട്ര + n/3^n. ഇതാണ് Sn. പൊതുവെ തെറ്റ് വരുത്താറുണ്ട്. Sn എന്ന് ചോദിക്കുമ്പോൾ അവർ nth ടേം എഴുതും. അത് റോങ് ആണ്. Sn എന്ന് പറഞ്ഞാൽ 1 തൊട്ട് n വരെയുള്ള ടേംസുകളുടെ സം. ഇതാണ് Sn. ഓക്കെ, നമ്മൾ ഇതൊരു സീരീസ് ആണ്. ഇൻഫൈനൈറ്റ് സം ആണ്. ഇതൊരു സീരീസ് ആണ്. അപ്പൊ S1 എന്താ വരിക? ആദ്യത്തെ ടേം. S2 എന്ന് പറയുന്നത് എന്താ വരിക? A1 + A2. ഞാൻ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. വാട്ട് ഈസ് Sn? Sn എന്ന് പറഞ്ഞാൽ A1 + A2 + എക്സെട്ര + an. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ I = 1 to n AI. അപ്പൊ നമുക്ക് ആ ഒരു സിമിലാരിറ്റി നോക്കിയേക്കാം. സീരീസിനെ നമ്മൾ എങ്ങനെ എഴുതുക? സീരീസിനെ നമ്മൾ എഴുതുന്നത് സമ്മേഷൻ I = 1 to infinity AI. ഇതാണ് സീരീസ്. എന്നാൽ nth പാർഷ്യൽ സമ്മിനെ എങ്ങനെ എഴുതുന്നത്? I = 1 to n AI. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടു. സീരീസ് എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് സം ആണ്. പാർഷ്യൽ സം എന്ന് പറയുമ്പോൾ ആദ്യത്തെ n ടേംസ് വരെയുള്ള സം ആണ്. അപ്പൊ ഇങ്ങനെയാണ് പാർഷ്യൽ സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നത്.
സോ നമ്മൾ ഈ വീഡിയോയിൽ സീരീസ് എന്താന്ന് പറഞ്ഞു, അതുപോലെ പാർഷ്യൽ സം എന്താന്ന് പറഞ്ഞു, അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർജൻസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.